നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന അവസ്ഥയെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മുന്നോട്ട് എങ്ങനെ പോകും, എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല. മാനസികമായും തകർന്നിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഇൻഡ്യൂഷൻ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ആക്ഷൻ എടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ 2 നമ്പറാണ് വന്നിരിക്കുന്നത്. മൂണിൻ്റെ എനർജി, മൂഡ് സിങ്സ് പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചില സാഹചര്യങ്ങളുടെ മധ്യത്ത് നിൽക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ താൽക്കാലികം മാത്രമാണ്. ഹാങ്ഡ് മാൻ പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. തീർച്ചയായിട്ടും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനർജി കടന്നു വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ജോലി സംബന്ധമായോ റിലേഷൻ സംബന്ധമായോ സാമ്പത്തികപരമായിട്ടോ ആണോ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് 2 നമ്പറിൻ്റെ എനർജിയാണ്. വളരെ സന്തോഷത്തിൻ്റെ എനർജി നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നുണ്ട്. ഇതിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കണക്ഷനിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക എന്നുള്ളതിനെയാണെങ്കിലും പോസിറ്റീവാണ്. സാമ്പത്തികപരമായോ ജോലി സംബന്ധമായിട്ടോ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റാറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. എന്താണോ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം എന്താണോ തീർച്ചയായിട്ടും അത് ബാലൻസ് ചെയ്യുവാനും നിങ്ങൾക്കൊരു സ്റ്റാറായി മാറുവാനും സാധിക്കും എന്നുള്ളതാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് വഴികാട്ടിയായി മാറുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. പക്ഷേ നിങ്ങൾ ഒരു ഇലൂഷനിൽ ആയിരുന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യുവാനോ അത് നേടിയെടുക്കുവാനോ സാധിക്കില്ല എന്നും നിങ്ങൾ കൃത്യമായിട്ടുള്ള മെഡിറ്റേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും അഫർമേഷൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് 7 ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. ഇവിടെയും 7 ചക്ര മെഡിറ്റേഷൻ എനർജിയെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചക്രാസ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഊർജ്ജങ്ങൾ നഷ്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോളജ് നേടുക. യൂണിവേഴ്സിൽ നിന്നുള്ള നോളജ് നേടിക്കഴിഞ്ഞ് ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾ നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചലഞ്ച് സിറ്റുവേഷൻ എന്താണ്? വ്യൂസ് അനുഭവിക്കുന്നതായിട്ടുള്ള ചലഞ്ച് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. ഓക്കെ, പുതിയ തുടക്കങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ എടുത്തുചാട്ടത്തെ ഒഴിവാക്കുക എന്നാണ് പ്രപഞ്ചം ഇവിടെ ഓവറോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ചലഞ്ച് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ എംപ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അമിതമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ച് സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നത്. ചില കാര്യങ്ങൾ നോ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. നിർബന്ധിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയവും ചിലവഴിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിലും കൂടുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായി ചെയ്യപ്പെടുന്നതായിട്ടുള്ള ചില അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. അതൊരു പക്ഷേ ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ കുടുംബ ജീവിതങ്ങളിലായിരിക്കാം. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അവരിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള തിരിച്ചടികൾ നിങ്ങൾ ഇത്രയും അവർക്ക് വേണ്ടി ചെയ്തിട്ടും, അത് ഒരു ഓഫീസിന് വേണ്ടിയിട്ടാണെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നത് നിങ്ങൾക്ക് ഒരുപാട് തകർച്ചകൾ ഉണ്ടാക്കുന്നു. മാനസികമായിട്ടുമൊക്കെ നിങ്ങൾക്ക് തകർച്ചകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളഞ്ഞതായിട്ടുള്ള ഒരു പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വല്ലാണ്ട് മുറിവേൽപ്പിച്ച് അത് റിപ്പീറ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഭൗതികമായിട്ടുള്ള ചില ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കഠിനമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയും എക്സാമിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മളുടെ ജീവിതം തന്നെയായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള പരീക്ഷയാണ്. നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പരീക്ഷ എഴുതാം. എന്നാൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു IAS IPS അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ അത് കൂടുതൽ കഠിനമായി മാറും.
നിങ്ങളുടെ ജീവിതഘട്ടത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് ഇരിക്കുവാൻ പ്രപഞ്ചം അംഗീകാരം നൽകുകയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, വേദനകൾ എല്ലാം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളെ ഫേസ് ചെയ്തേ മതിയാകുകയുള്ളൂ. ആ പ്രതികൂല സാഹചര്യത്തിൽ പോരാടി ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി മാറണം. ഓക്കെ, 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒന്നിലധികം പ്രശ്നങ്ങൾ നമ്മുടെ ഊർജ്ജത്തെ നശിപ്പിക്കാൻ ഇടയാകരുത് എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഊർജ്ജങ്ങൾ പല രീതിയിൽ മാറിപ്പോകുന്നുണ്ട്. ഒന്നുകിൽ സോഷ്യൽ മീഡിയ ആയിരിക്കും, നമ്മുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ ഊർജ്ജത്തെ അനാവശ്യമായി ചിലവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വളരെ വെല്ലുവിളികൾ തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം പോലും നമ്മുടെ ഊർജ്ജം അനാവശ്യമായിട്ട് കളയുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആ ഊർജ്ജത്തെ അനാവശ്യമായി കളയുന്നതിന് പകരം നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിനെ തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതൊരു പുതിയ തുടക്കത്തിനാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചലഞ്ചിങ് സിറ്റുവേഷനുകൾ ഉണ്ടാകുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങളെ തളർത്താനല്ല, നിങ്ങളെ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചലഞ്ചിങ് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, പാസ്റ്റിൽ അനുഭവിച്ചതായിട്ടുള്ള പ്രതിസന്ധി എന്താണ്, അതിന് പരിഹാരം പ്രപഞ്ചം എന്താണ് നൽകുന്നത്? ഓക്കെ, പാസ്റ്റിൽ അനുഭവിച്ചതായിട്ടുള്ള പ്രതിസന്ധിയാണ്, അതിന് നൽകുന്നതായിട്ടുള്ള പരിഹാരം. ഓക്കെ, പ്ലീസ് ടെൽ മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ സാമ്പത്തികപരമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊരു വ്യക്തിക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സമയമാകാം, അത് നിങ്ങളുടെ ജീവിതമാകാം, എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ചതിൻ്റെ ഫലമായി നിങ്ങളോട് നീതികേട് കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ന്യായമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നുപോയി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അർഹതപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും ചില തേർഡ് പാർട്ടി ഇടപാട് മൂലം നിങ്ങൾക്ക് നഷ്ടമായി പോയതായി കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്പ്, നിങ്ങൾക്ക് ലേറ്റായിട്ട് വരുന്നതായിട്ടുള്ള ഓഫറുകൾ കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ടുള്ള മെസ്സേജിനാണെങ്കിലും അല്ലെങ്കിൽ മറുപടിക്കാണെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയമായി കാത്തിരിക്കുന്നത് നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ തകർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. മൂഡ് സ്വിങ്സ്, മാനസികമായിട്ടുള്ള തളർച്ച, വിശ്വസിച്ചവരിൽ നിന്നും ഒരുപാട് രഹസ്യങ്ങൾ അവർ നമ്മളെ ചതിച്ചതായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ പാസ്റ്റിൽ കടന്നു പോയതായി കാണുന്നത്. ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വളരെ ലേറ്റായി പോകുക, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ അവരിൽ നിന്നും ഒരു സാമീപ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് വേദന നൽകിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥകളിലൂടെ ആയിരിക്കും നിങ്ങൾ പാസ്റ്റിൽ കടന്നു പോയത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ്, ദ ഡെവിൾ, നൈറ്റ് ഓഫ് സോഡ്. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് നിഗൂഢമായി ഇരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, അതിന് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ പവർ നമുക്ക് വേണം. ഈ കാര്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതെനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ അറിവുകളെ നിങ്ങൾ കൃത്യസമയത്ത് ഉപയോഗിച്ചില്ല എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു അറിവിൻ്റെ സമുദ്രമുണ്ട്, എങ്കിൽ ആ അറിവിനെ നിങ്ങൾ കൃത്യസമയത്ത് ഉപയോഗിച്ചില്ല എന്ന് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഭയപ്പെടുകയും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരാമായിരുന്നിട്ടും നിങ്ങളതിൽ അഡിക്റ്റായിട്ട് നിങ്ങൾ നിന്നിരുന്നു. ഇപ്പം നമുക്കറിയാം, ആവശ്യമില്ലാതെ റീൽസും മൊബൈൽസും ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജം നഷ്ടമാകും, സമയം നഷ്ടമാകും. ഇത് നമുക്ക് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾക്കും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ ഇതൊരു അഡിക്ഷനാണ്, ഇത് ഉപേക്ഷിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും
നമ്മൾ അറിയാതെ അതിലേക്ക് വലിച്ചിടപ്പെടുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മൾ മനഃപൂർവ്വമായി വലിച്ചിടപ്പെടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു വിജയം ഉണ്ടാകുകയുള്ളൂ. മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് വേണം. എനിക്കിത് ആവശ്യമില്ല, എൻ്റെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ വിളിക്കണം. പ്രപഞ്ചം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ മനസ്സിലെ ഭയത്തെ മാറ്റുക. ചില അഡിക്ഷനുകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരിക. നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സമയം പ്രപഞ്ചം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, ഡബിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അവസരം പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. പക്ഷെ ആ തുറന്നിരിക്കുന്ന അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഭയപ്പെട്ട്, നിങ്ങളുടെ സാഹചര്യത്തെ ഭയപ്പെടുന്നു. ഇപ്പോൾ കടബാധ്യതയായിരിക്കും, ആ കടബാധ്യതയെ ഭയപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ ചില ബന്ധങ്ങളെ ആയിരിക്കും, ആ ബന്ധങ്ങളെ ഭയപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളുടെ അഡിക്ഷൻ ആയിരിക്കും, എനിക്ക് ആ വ്യക്തി ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതും അവരുടെ ഓർമ്മയിൽ തന്നെ നമ്മളെ പിടിച്ചു കെട്ടുന്ന അവസ്ഥയായിരിക്കാം. പക്ഷേ പ്രപഞ്ചം പറയുന്നത്, നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ മാനസിക ബലം തന്നെയാണ് ഇവിടെ പറയുന്നത്, സ്ട്രെങ്തിനെയാണ് ഇവിടെ പറയുന്നത്. എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആകും എന്നുള്ളതാണ്. ഈ ലോകത്തെ തന്നെ കീഴടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ നോളജിൽ നിന്നാണ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. ഹെർമിറ്റിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ നമ്മൾ തിരയുക എന്നുള്ള, അറിവിനെ തിരയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമാക്കി തീർക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മുന്നോട്ട് പോകുവാൻ വളരെ തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളുടെ അറിവ്, പ്രപഞ്ചം നൽകിയിരിക്കുന്നതായിട്ടുള്ള അറിവ്, നമ്മുടെ രാമാനുജന് കൊടുത്തതുപോലെ കണക്കിൻ്റെ അറിവുകൾ, അതിൻ്റെ ഫോർമുലകൾ, അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള അറിവുകൾ തൻ്റെ ഉള്ളിൽ പ്രപഞ്ചം തന്നെ കൊടുത്തതിൻ്റെയും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മാനസിക അവസ്ഥയും ഒക്കെയാണ് ആ വ്യക്തിയെ ലോകം അറിയപ്പെടുന്നതായിട്ടുള്ള ഇന്നും നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫോർമുലാസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ആ അറിവുകളുണ്ട്. ആ അറിവിനെ കണ്ടെത്തുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എടുത്തുചാട്ടങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എടുത്തുചാടി തീരുമാനിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിന് പകരം നമ്മൾ വളരെ സമാധാനത്തിലും വിശ്രമത്തിലും നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഇവിടെ പ്രപഞ്ചം സൂചിപ്പിക്കുന്നു. ജസ്റ്റിസിൻ്റെ എനർജിയാണ്. നീതി നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ തീരുമാനത്തിൻ്റെ എനർജി കാണിക്കുന്നു. രണ്ട് വശവും ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ കാർഡ്സിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. വരാൻ പോകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? എൻ്റെ വ്യൂസിനെ കാത്തിരിക്കുന്ന വരാൻ പോകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വരാൻ പോകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് സാമ്പത്തിക ഉയർച്ച, പ്രോപ്പർട്ടി, വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കുടുംബത്തിലെ സമാധാനം, ഐശ്വര്യം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ആരോഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു സെലിബ്രേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം, അതെല്ലാവരും, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല, എല്ലാവരും കൂടി അംഗീകരിച്ച് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ലഭിച്ചതായിരിക്കാം, വിവാഹമായിരിക്കാം, ബർത്ത്ഡേ ആയിരിക്കാം, എല്ലാവരും കൂടി അറിഞ്ഞുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചാരിയറ്റ്, മൂന്നാമത്തെ കാർഡ്. ഈ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു യാത്രയാണ് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു യാത്ര. അത് വിദേശ യാത്രയാകാം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു മാറ്റം, ഇതുവരെ അനുഭവിച്ചതായിട്ടുള്ള ആ സിറ്റുവേഷനെ മറികടന്ന് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ധീരതയോടുള്ള ഒരു യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. 3 കാർഡും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.